മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള തൈക്കാട്ടുശ്ശേരി ഈ കവലയിലുള്ള സഹോദരി സഹോദരങ്ങളെ, നിങ്ങളുടെ ഏതാനും നിമിഷങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കാതോർക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ എന്തിനോടെ വന്നോ, ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്, ഞങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു 50 വർഷത്തിന് മുമ്പ് നാം കണ്ട ലോകമല്ല ഇന്ന് നാം കാണുന്നത്. 50 വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്നവർക്ക് അന്ന് ഈ നാടിനെക്കുറിച്ച് ഉണ്ടായിരുന്ന അഭിപ്രായമല്ല ഇന്ന് ഈ നാടിനെക്കുറിച്ചുള്ളത്. കാരണം നാട് മാറി, മനുഷ്യൻ മാറി. മാറ്റമില്ലാത്തവനായ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാത്തൊരവസ്ഥയിലേക്ക്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമത്തത്തിലേക്ക് കുഞ്ഞുങ്ങൾ പോലും വീണു പോകുന്ന സാഹചര്യത്തിലേക്ക് ഈ നാട് വളർന്നുകൊണ്ടേയിരിക്കുന്നു. വളരുകയല്ല, നാട് ഓടുകയായിരുന്നു. എവിടേക്കാണ് നമ്മുടെ ഓട്ടം? എങ്ങനെയെങ്കിലും പണമുണ്ടാക്കണമെന്ന ചിന്തയിൽ മനുഷ്യൻ ഓടുമ്പോൾ അവൻ്റെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും മദ്യവും മയക്കുമരുന്നും കവർന്നെടുത്തുകൊണ്ട് അന്ധകാരത്തിൻ്റെ ശക്തിയിലേക്ക് അവൻ തെറിച്ചു വീഴുന്നു. മനോഹരമായ സ്വർഗതുല്യമായ ഒരു രാജ്യത്തിലേക്ക് ദൈവം മനുഷ്യനെ അയച്ചത് അവൻ എപ്പോഴും സന്തോഷത്തോടുകൂടി ഇരിക്കുവാനാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ തിരുവചനത്തിൽ പറയുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണെന്നാണ്. എന്താണ് ദൈവം ഉദ്ദേശിച്ച സമൃദ്ധമായ ജീവൻ? അതിന്ന് കൈവിട്ടു പോയിരിക്കുന്നു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന്. നാം ഓടുമ്പോൾ, നാം എന്തിനു വേണ്ടി പരക്കം പായുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിച്ചാൽ നമ്മൾ അനുഭവിക്കേണ്ടതായ ആ വലിയ സുഖ സൗകര്യങ്ങൾ നമ്മളെ കൈവിട്ടു പോകുന്നു. രോഗത്തിനും മറ്റു പല മാനസിക വിഭ്രാന്തിക്കും നാം അടിമകളായിത്തീരുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് നാം എപ്പോഴും സമൃദ്ധമായ ജീവൻ അനുഭവിച്ചറിയുവാൻ വേണ്ടിയാണ്. എന്താണ് സമൃദ്ധി? യാതൊന്നിനെയും കുറിച്ചും വേവലാതിയില്ലാതെ, ഒന്നിനെക്കുറിച്ചും പരിഭവമില്ലാതെ, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക് നാം വളർന്നു വരുന്നതാണ് സമൃദ്ധമായ ജീവൻ. ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ നമ്മെ കൊണ്ടുപോകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്കത് കഴിയാതെ പോയത്? എവിടെയാണ് നമുക്ക് പാളിച്ചകൾ പറ്റിയത്? ആദ്യം മുതലേ തന്നെ മനുഷ്യൻ തൻ്റെ സുഖ സൗകര്യത്തിന് വേണ്ടി പാപത്തിലേക്ക് വീണുപോയെങ്കിൽ ഇന്ന് മനുഷ്യൻ അഗാധമായ പടുകുഴിയിലേക്ക് ദിനംതോറും വീണുകൊണ്ടിരിക്കുന്നു. വരും തലമുറയും ആ പടുകുഴിയിലേക്ക് വീണുകൊണ്ടിരിക്കുന്നു. ഈ ലോകത്ത് നാം ജീവിക്കുന്നതെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇവിടെ സുഖമായി ജീവിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മെ സംബന്ധിച്ചോളം ദൈവം തന്ന ഉത്തരവാദിത്വം. മനോഹരമായ ഈ രാജ്യത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക് ദൈവം നമ്മെ അയച്ചത് നാം സന്തോഷത്തോടെ ജീവിക്കുകയും അടുത്ത തലമുറ നമ്മേക്കാൾ കൂടുതൽ ആനന്ദവും സന്തോഷവും കണ്ടെത്തി ജീവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുവാനാണ്. പക്ഷേ എവിടെയോ പാളിച്ചകൾ സംഭവിച്ചു. അത് കണ്ടെത്തുവാനോ അത് തിരുത്തുവാനോ നമുക്ക് കഴിയുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന വചനം, ദൈവത്തിൻ്റെ വചനം, ജീവനുള്ള വചനം. ഈ ലോകത്ത് ജീവിക്കുന്നുവെങ്കിൽ ആ വചനത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് തെറ്റുപറ്റില്ല എന്ന് ഉറക്കെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ സന്തോഷത്തോടെ ജീവിക്കുവാനാണ്. പക്ഷേ അവർ സന്തോഷം കണ്ടെത്തുന്നത് മറ്റു പലതിലുമാണ്. തിരുവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പൂരിതരാകുകയും മദ്യപിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാശക്തിയുണ്ട്, മറിച്ച് നിങ്ങൾ പരിശുദ്ധാത്മാവാൽ പൂരിതരാകാനാണ് പറയുന്നത്. കാരണം അതേ ആനന്ദം, അതിൽ കൂടുതൽ ആനന്ദം ദൈവാത്മാവിൽ നിന്ന് നമുക്ക് ലഭിക്കുമെന്നുള്ളത് കൊണ്ട് അത് തിരിച്ചറിഞ്ഞവരാണ് ഞങ്ങൾ. ഞാൻ ഓർക്കുന്നത്, മനുഷ്യന് ആവശ്യം പണം മാത്രമാണ്. അവൻ പണം വാരിക്കൂട്ടുകയും സന്തോഷം എന്തെന്നറിയാതെ
ഈ ലോകത്തെ വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എനിക്കറിയാവുന്ന അനേകം പേരുണ്ട്, ധാരാളം പണമുണ്ടാക്കി, പക്ഷേ ആ പണം അവൻ അനുഭവിക്കാൻ കഴിയാത്ത വിധത്തിൽ രോഗത്തിന് അടിമയായി ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞവരുണ്ട്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ ചിന്തിക്കുന്നത്? എവിടെയാണ് നമ്മുടെ ചിന്തകൾക്ക് കുഴപ്പം പറ്റിയിരിക്കുന്നത്? ഒരേ ഒരു ഭാഗത്താണ്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തിയത് കൊണ്ടാണ് നമുക്ക് സന്തോഷമോ സമാധാനമോ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള കഴിവോ ഇല്ലാതായി പോകുന്നത്. നാം ആരോട് സംസാരിച്ചാലും ആരോട് ഇടപെട്ടാലും അവനിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുമെന്ന ചിന്തയോടാണ്, മറിച്ച് എനിക്ക് അവൻ എന്ത് കൊടുക്കുവാൻ കഴിയുമെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ലോകത്തിലുള്ള ജനതയെ വളർത്തുക എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം. ഞങ്ങളുടെ മെയിനായ ലക്ഷ്യം തെരുവുകളിൽ കിടക്കുന്ന കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുക, ഡൽഹിയിലെ തെരുവുകളിൽ പ്ലാസ്റ്റിക് പറക്കി നടക്കുന്ന ജീവിക്കുന്ന അനേകം ആൾക്കാരുടെ കുട്ടികളെ നല്ല ജീവിതത്തിലേക്ക് നയിക്കുക, സന്മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുക. അതാണ് ഞങ്ങൾ ഡൽഹി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. ഇവിടെ അനേകം പേര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിത്തീരുന്നെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹമാണെന്ന് തിരിച്ചറിവുകൾ കൊണ്ടാണ്. ഞങ്ങളാകുന്ന വിധത്തിൽ അതിന് നല്ല മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക, അത് മറ്റുള്ളവരോട് പറയുവാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. തിരുവചനത്തിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാകണം. നിങ്ങൾ പ്രസംഗം കേട്ടില്ല എങ്കിൽ, നിങ്ങൾ സത്യം എന്താണെന്ന് കേട്ടിട്ടേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വിശ്വാസമുണ്ടാകും? ഞങ്ങളെ ശ്രമിക്കുന്ന ഒരാളെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, ദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം ആരംഭിക്കും. അതുകൊണ്ടാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കാലത്ത് ഞങ്ങളും പണവും മറ്റു സൗകര്യത്തിനും വേണ്ടി ഓടി നടന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ തിരിച്ചറിഞ്ഞു, ഞങ്ങൾ എന്തുമാത്രം പണം ഉണ്ടാക്കിയാലും അതൊന്നും ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ തരാൻ കഴിയുകയില്ല. മറിച്ച് ദൈവത്തിൻ്റെ ആ വലിയ സമൃദ്ധമായ ജീവൻ ഞങ്ങൾ അനുഭവിച്ചറിയണമെങ്കിൽ ആ സമൃദ്ധിയിലേക്ക് ഞങ്ങൾ കടന്നു വരണം, ദൈവ സ്നേഹത്തിലേക്ക് ഞങ്ങൾ കടന്നു വരണം. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തിൽ നിന്ന് ദൂരെ പോയത്? പാപനിമിത്തം മാത്രമാണ്. അജ്ഞതയും പാപവും നിമിത്തം അവൻ മറ്റെന്തിനെയോ സ്നേഹിച്ചതുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തെ തിരിച്ചറിയാതെ ഉഴലുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി നിങ്ങളൊന്ന് ഓർമ്മിച്ച് നോക്കുക, 50 വർഷത്തിന് മുമ്പ് നമ്മുടെയൊക്കെ ജീവിതം എങ്ങനെയായിരുന്നു? ഇന്ന് ബട്ടണമർത്തുന്ന ജീവിതമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. മൊബൈല്, TV, അങ്ങനെ ഒരുപാട് സൗകര്യങ്ങളുള്ള നമുക്ക് എവിടെയോ എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നില്ലേ? ഒരു പക്ഷേ 50 വർഷത്തിന് മുമ്പ് ജീവിച്ചവർക്ക് കുറവുകളെക്കുറിച്ച് ചിന്തിക്കുവാൻ സമയമില്ലായിരുന്നു. അവർ നേട്ടങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇന്ന് കുറവുകളാണ്. എനിക്ക് മറ്റവനെ പോലെ കാറില്ല, എനിക്ക് മറ്റവനെ പോലെ ഫോണില്ല, എനിക്ക് മറ്റവനെ പോലെ ജീവിക്കാൻ പറ്റുന്നില്ല, അയാളാണ് വലുത്, എനിക്കും അങ്ങനെ ജീവിക്കണമെന്ന ആഗ്രഹത്താൽ പാപത്തിലേക്ക് വീണു പോകുന്നു. പാപത്തിൻ്റെ ചെടിക്കുണ്ടിൽ വീണ് രോഗങ്ങളാ വലഞ്ഞ് നാം ഇല്ലാതാകുമ്പോഴാണ് തിരിച്ചറിയുന്നത് ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനാണ് ഞങ്ങളിവിടെ കടന്നു വന്നിരിക്കുന്നത്. ചെറിയ ചെറിയ വാക്കുകളിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ദൈവത്തെ അവതരിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ, നമുക്ക് വേണ്ടി കുരിശിൽ മരിക്കപ്പെട്ട യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തരുവാൻ പറ്റുന്നുവെങ്കിൽ അതൊരു നേട്ടമായി ഞങ്ങൾ കരുതുന്നു. ഈ ലോകത്തിലുള്ളത് എന്തെല്ലാം നേടിയാലും അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമാകുന്നില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായി. 1980 മുംബൈയിലെ നിങ്ങളെല്ലാം കേട്ട് കാണും, ധാരാവി, പല സിനിമകളിൽ നിങ്ങൾ കേട്ട് കാണും. അത് ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ലം ഏരിയ ആയിരുന്നു. ഈ ധാരാവിയിലേക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുവാൻ, അവരെ സഹായിക്കുവാൻ കടന്നു ചെല്ലണമെന്ന് ഒരു പുരോഹിതൻ എന്നോട് ആവശ്യപ്പെടുകയും ഞങ്ങളൊരു 15 പേര് യുവതി-യുവാക്കൾ ആ സ്ലം ഏരിയയിലേക്ക് കടന്നു ചെല്ലുന്നു. അവിടെ കണ്ട കാഴ്ച വളരെ ദയനീയമായിരുന്നു. അവരുടെയൊക്കെ ജീവിതത്തിലെ വിഷമതകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 1980 കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. രോഗങ്ങളാൽ വലയുന്നവരും, പട്ടിണി മൂലം വേദനിക്കുന്നവരും,
ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു കുട്ടിയെ കുളിപ്പിക്കുന്നതിന് വരെ ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിഞ്ഞു. ജീവിതം എന്തെന്ന് ഞങ്ങൾ സ്പർശിച്ചറിഞ്ഞു. അവർക്ക് വേണ്ടി ഞങ്ങളുടെ ശമ്പളത്തിൻ്റെ 10% മാറ്റി, ദശാംശമെന്ന് പറയും, അത് മാറ്റി ഞങ്ങൾ അവർക്ക് വേണ്ടി അരിയും ഗോതമ്പും മറ്റ് സാധനങ്ങളും ഒരുക്കി അവർക്ക് വേണ്ടി അവിടുത്തെ ബോംബെയിലെ സൈൻ ഹോസ്പിറ്റലിലെ കുറേ നേഴ്സുമാർ ഞങ്ങളുടെ കൂടെ കൂടി അവർക്ക് മരുന്നും മറ്റു കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. പക്ഷേ അന്ധകാര ശക്തി വിട്ടുകളയത്തില്ല. അവിടെ കൂടിയിരുന്നവരിൽ പലരും ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അവർക്കൊരു തോന്നൽ, അവിടെ രാഷ്ട്രീയക്കാർ പറഞ്ഞു, ഞങ്ങൾ ചെയ്യുന്നത് റോമിൽ നിന്ന് ഞങ്ങൾക്ക് പണം കിട്ടുന്നുണ്ട്, ഈ പണം കൊടുത്ത് പഴയ തുണിയും കുറച്ച് ഗോതമ്പും കുറച്ച് അരിയും കൊടുത്ത് അവരെ ഞങ്ങൾ കബളിപ്പിക്കുകയാണെന്ന് അവർ പറഞ്ഞ് ധരിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇതാണ് ഈ ലോകം. നന്മ ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ ലോകത്തുള്ള മനുഷ്യൻ അനേകം പേര് തെറ്റിദ്ധരിക്കപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ഞങ്ങൾ പിന്മാറണമെന്നല്ല. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളെ പലരും ചൂഷണം ചെയ്യുന്നെന്നിരിക്കാം, എങ്കിലും നന്മ ചെയ്യുന്നതെന്ന് പിന്മാറുവാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്നാണ് യേശുക്രിസ്തു ഞങ്ങളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങളെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, യേശുവിൻ്റെ വചനത്തിൻ്റെ കീഴിലേക്ക് കടന്നു വരികയും അവന് ആ ജീവനുള്ള വചനമാണ്. യേശു നിങ്ങളെ പരിവർത്തനപ്പെടുത്തും. യേശു നിങ്ങളുടെ ഹൃദയത്തിൻ്റെ നവീകരണം വഴി, മനസ്സിൻ്റെ നവീകരണം വഴി ഒരു പുതിയ ജീവിതം നിങ്ങൾക്ക് നൽകപ്പെടും. ആ ജീവിതത്തിലേക്കാണ് നിങ്ങൾ കടന്നു വരേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, ഒരിക്കലും നിങ്ങൾ വ്യസനിക്കേണ്ടി വരില്ല. നിങ്ങളുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നെന്നിരിക്കാം, ബുദ്ധിമുട്ടുകൾ വന്നെന്നിരിക്കാം, എങ്കിലും നിങ്ങൾക്ക് കിട്ടിയ സമാധാനം ആർക്കും ഒരിക്കലും എടുത്തു കളയുവാൻ സാധിക്കുകയില്ല. ആ യേശുവിനെ കുറിച്ചാണ് ഞങ്ങൾ പറയുന്നത്, ആ ദൈവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിശ്വസിക്കുകയും വിശ്വസിച്ചാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബവും നിങ്ങളും രക്ഷ പ്രാപിക്കും. നിങ്ങൾ ഒരിക്കലും തിന്മയിലേക്ക് പോകുകയില്ല. അത് ഞങ്ങൾ തിരിച്ചറിഞ്ഞതാണ്, ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. നിങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതായി തീരുവാൻ ഞങ്ങൾ പ്രത്യാശിക്കുന്നു, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ ശ്രമിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് അർപ്പിക്കുക. എല്ലാ തിന്മകളിൽ നിന്നും, പണത്തോടുള്ള വ്യഗ്രതയിൽ നിന്നും, പണത്തോടുള്ള ആഗ്രഹങ്ങളിൽ നിന്നും പിന്മാറിയിട്ട് നിങ്ങളുടെ ജീവിതം ധന്യമാക്കുവാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചിന്തിക്കുക. വചനം പറയുന്നത്, അപ്പോൾ നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്ന. എന്താണ് സത്യം? സത്യം യേശുക്രിസ്തുവാണ്. ദൈവമാണ് സത്യം, യേശുക്രിസ്തുവാണ് സത്യം. ആ സത്യത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വരുന്നുവെങ്കിൽ നിങ്ങളെ സ്വതന്ത്രരായിത്തീരും. നിങ്ങൾ ഒരു കെട്ടിനും അടിമയായിരിക്കില്ല. വ്യസനത്തിനോ ദുഃഖത്തിനോ പ്രയാസങ്ങൾക്കോ മറ്റ് യാതൊരു രോഗങ്ങൾക്കോ നിങ്ങൾ അടിമയായിത്തീരില്ല. എല്ലാ രോഗങ്ങളും നിങ്ങൾ കടന്നു വന്നെന്നിരിക്കാം, അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ശക്തിയും ബലവും ദൈവം നിങ്ങൾക്ക് നൽകും. ആ ദൈവത്തിലേക്കാണ് നിങ്ങളെ വിളിക്കുന്നത്. അവൻ നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പാടിയ പോലെ നിങ്ങളെ യേശു വിളിക്കുന്നു. എന്തിനു വേണ്ടി? സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ വേണ്ടിയാണ് അവൻ നിങ്ങളെ വിളിക്കുന്നത്. പ്രിയമുള്ളവരെ, കൊളോസ്സേ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം, അതുകൊണ്ട് നിങ്ങളിൽ ഭൗതികമായിട്ടുള്ളതെല്ലാം അസന്മാർഗിത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹ ആരാധന തന്നെയായ ദ്രവ്യാശക്തി ഇവയെല്ലാം നശിപ്പിക്കുകയും ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ ദ്വിതീയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഇവിടെ ജാതിമത ഭേദമൊന്നുമില്ല. ക്രിസ്തു എല്ലാവർക്കും വേണ്ടിയുള്ളവനാണ്. അവനിലേക്ക് നിങ്ങൾ കണ്ണുകൾ പായിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം അവനിലേക്ക് തുറന്നു കൊടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, വെളിപാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നു,
ആരെങ്കിലും എൻ്റെ സ്വരം ശ്രവിക്കുകയും വാതിൽ തുറക്കുകയും ചെയ്താൽ ഞാൻ അവനോടൊപ്പവും അവൻ എന്നോടൊപ്പവും ഭക്ഷണം കഴിക്കുമെന്ന്. പ്രിയമുള്ളവരെ, അവൻ നിങ്ങളുടെ ഹൃദയത്തിന്റെ വാതിക്കൽ മുട്ടിവിളിക്കുന്ന ശബ്ദം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ അവന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുക. നിങ്ങൾ ഏത് മതത്തിലായിക്കോട്ടെ, ഏത് ജാതിയിലായിക്കോട്ടെ, അവന്റെ സ്വരം ശ്രവിക്കുകയും അവന് വേണ്ടി നിങ്ങൾ വാതിൽ തുറക്കുകയും ചെയ്താൽ അവൻ ഇന്ന് നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നിങ്ങൾ അവനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്യും.